പ്രിയമുള്ള സഖാക്കളെ, നാട്ടുകാരെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ ഉള്ള സാഹചര്യമുണ്ട് എന്ന് എനിക്ക് മുൻപ് സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് UK സദാനന്ദനും AIMSFന്റെ ജില്ലാ പ്രസിഡന്റ് സഖാവ് ശിവ ടീച്ചറുമെല്ലാം നിങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞു. രാജ്യമെമ്പാടും തൊഴിലാളി സമരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ വ്യാപകമായ രീതിയിൽ തൊഴിലാളികൾ തെരുവിലിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ഇന്ധന വില വർധനവ്, പ്രത്യേകിച്ചും ഗ്യാസിൻ്റെ വില വർധനവ്. ഈ ഗ്യാസിൻ്റെ വില വർധനവ് എങ്ങനെയാണ് സാധാരണക്കാരനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ പുകയുന്നതടക്കം, അതുപോലെ തന്നെ ഇന്ധനങ്ങളെല്ലാം തന്നെ മറ്റ് പലതരത്തിൽ ഈ പെട്രോളാകട്ടെ, ഡീസലാകട്ടെ, മണ്ണെണ്ണയാകട്ടെ, എല്ലാ ഇന്ധനങ്ങളും തന്നെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. പ്രത്യേകിച്ചും ഓട്ടോറിക്ഷയിലും കാറിലും ബൈക്കിലുമെല്ലാം ഇത് സാധാരണക്കാരൻ്റെ ഇന്നത്തെ ജീവിത വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയുള്ള സമരം വളർന്നു വരേണ്ടത് നമ്മുടെ നാട്ടിലെ പണിയെടുക്കുന്നതിൻ്റെ സാധാരണക്കാരൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും AIUTUC SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടന AIUTUC അടക്കമുള്ള മുഴുവൻ സംഘടനകളും ഇന്ന് ഏതെങ്കിലും രീതിയിൽ സമരം വളർത്തിയെടുക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് വളർത്തിയെടുക്കാനുള്ള സജീവത പ്രയത്നത്തിലാണ്. നേരത്തെ ഇവിടെ സദാനന്ദൻ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളുടെ സമര കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന സമരങ്ങൾ, ആ സമരങ്ങളാണ് ഇന്ന് ഇന്ത്യയെമ്പാടും പ്രത്യേകിച്ചും കേരളത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ വിജയം വരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളീയ സമരത്തെക്കുറിച്ച് പറഞ്ഞു, ആശാ സമരത്തെക്കുറിച്ച് പറഞ്ഞു, കരിമണൽ സമരത്തെക്കുറിച്ചും, വിളക്കുചാലയിലെ സമരത്തെക്കുറിച്ചും, ചെങ്ങരയിലെ സമരത്തെക്കുറിച്ചും എല്ലാം നമുക്കറിയുന്നതാണ്. ഇതെല്ലാം തന്നെ വിജയിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ജനങ്ങളുടെ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ജനാധിപത്യപരമായി നടത്തിയ സമരങ്ങളാണ്. അതുപോലെ തന്നെയുള്ള സമരങ്ങൾ ഇനിയും വളർന്നു വരേണ്ടതുണ്ട്. ഗ്യാസിന്റെ വില വർധനവിനെതിരെ, പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ ഇതുപോലെയുള്ള സമരങ്ങൾ വളർന്നു വരേണ്ടത് വളരെ ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഓൾ ഇന്ത്യ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ AIUTUCയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.